ഇവിടെ വി ഡി സതീശന്റെ സമീപനത്തിന് എന്തോ കുഴപ്പമുണ്ടെന്നാണ് പറയുന്നത്. വി ഡി സതീശന്റെ സമീപനം ശരിയായതുകൊണ്ടാണ് അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായത്. പിണറായി വിജയന്റെ സമീപനം മോശമായതുകൊണ്ടാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ട് മാറുന്നത്. ഇപ്പോൾ നിങ്ങൾ പഠനം നടത്തി കഴിഞ്ഞിട്ടില്ല എന്തുകൊണ്ട് തോറ്റു എന്ന് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് ആദ്യം ക്യാപ്റ്റനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു പ്രതിപക്ഷ നേതാവായിട്ട്, എന്നിട്ട് ഇനി പഠിക്കുമെന്ന് പറയുന്നു. നിങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ ഉമ്മറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. വി ഡി സതീശന് കുഴപ്പമുണ്ടോ, കോൺഗ്രസിന് കുഴപ്പമുണ്ടോ, കോൺഗ്രസിന് എന്തോ കുഴപ്പമുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. 10 കൊല്ലം നിങ്ങളുടെ കയ്യിൽ കിട്ടി. 10 കൊല്ലം കൊണ്ട് നിങ്ങൾ എന്തുണ്ടാക്കി എന്ന് കേരളത്തിലെ മനുഷ്യർക്ക് കൃത്യമായി ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അവർ നിങ്ങളെ തോൽപ്പിച്ച് വീട്ടിലിരുത്തിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? ക്ലിഫ് ഹൗസിൽ നിന്ന് കന്റോൺമെന്റ് ഹൗസിലേക്ക് പിണറായി വിജയന് പോകേണ്ടി വന്നത്. അപ്പോൾ പോലും വാടകയ്ക്ക് പോയ ആളെ വീണ്ടും കന്റോൺമെന്റ് ഹൗസിലേക്ക് സർക്കാർ ചെലവിൽ വെച്ച് വാഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാർട്ടി തീരുമാനമെടുത്തത്. എന്നിട്ട് ഇവർ പറയാണ് ഞങ്ങൾ തെറ്റ് തിരുത്തുമെന്ന്. നിങ്ങൾ വി ഡി സതീശന്റെ സമീപനത്തെ കുറിച്ച് ആശങ്കപ്പെടല്ലേ? നിങ്ങൾ ആദ്യം നിങ്ങളുടെ നേതാവിന്റെ 10 വർഷക്കാലത്തെ സമീപനത്തെ ഒന്ന് പഠിക്കൂ. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് RSSന് അടിയറ വെച്ച പദ്ധതിയെ ഞങ്ങൾ പുനഃപരിശോധിക്കും, ഞങ്ങളത് മാറ്റും. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് RSSൽ നിന്ന് വിമുക്തമാക്കാനുള്ള ശ്രമം നടത്തും. അതുപോലെ അഴിമതിയിൽ പൂണ്ടുവിളിയാടിയിരുന്ന എല്ലാ സർക്കാർ വകുപ്പുകളെ മോചിപ്പിക്കും. ശബരിമല ശാസ്താവിന്റെ സ്വർണം കെട്ടവരെ ജയിലറയ്ക്കുള്ളിലാക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകും. ഞങ്ങളുടെ സമീപനം ശരിയാണെന്ന് ജനങ്ങൾ വിലയിരുത്തും. ശരി.